രണ്ട് ട്രാക്കായിരുന്നു പക്ഷെ ഉടുക്കൻ എനർജി അപ്പൊ ഇപ്പൊ സീരിയസ് ആയിട്ട് ഭയങ്കരമായി ബാക്കിക്ക് ആൾക്കാർ കൈ വെക്കുന്നില്ല ഡാൻസില് കാരണം അറിയില്ല ബട്ട് കയറി വരും രണ്ട് ട്രാക്ക് ആണല്ലോ ശരി ശരി ഇവിടെ മാത്രം ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ ഇങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങോട്ട് പോയത് ഓക്കെ ശരി ഇവിടെ ഫെജോന്റെ ട്രാക്സ് ഇവിടെ എത്ര പേര് കേൾക്കാറുണ്ട് ബ്രോ കേൾക്കാറുണ്ട് ഓക്കെ ഏത് ട്രാക്കാണ് നിങ്ങൾക്ക് ഇഷ്ടം പല സിനിമകളുടെ റെഫറൻസ് ആയിട്ട് ഒരു ട്രാക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ട്രാക്ക് പറയാം പണ്ട് മുതൽ കേട്ടുകൊണ്ടിരുന്ന ട്രാക്കാണ് ഞാനിപ്പോ തുരുമ്പെടുത്തിരിക്കുന്ന ട്രാക്ക് കേട്ടില്ലേ ഫെജോ ആ ട്രാക്ക് ഇവിടെ എല്ലാവരും കേട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ആക്ച്വലി 2017 ട്രാക്കാണ് 8 കൊല്ലങ്ങൾക്ക് മുന്നേ ഇറക്കിയ ട്രാക്കാണ് നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ ഞാനിപ്പോ തുരുമ്പെടുത്തിരിക്കുന്ന കൂട്ടിലിട്ട് മൂടിന്ന് ട്രിപ്പിന് പോകാൻ ഓക്കെ നമ്മള് ഈ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും അല്ല അനീതികൾക്കെതിരെ നമ്മൾ ഒറ്റയ്ക്ക് പോരാടേണ്ടി വന്നെങ്കിൽ പോരാടും പക്ഷെ അങ്ങനെ പോരാടുമ്പോൾ നമ്മൾ ചിലപ്പോ ഇവിടെ ഈ സമൂഹത്തിൽ ഒരു ബലിയാളായിട്ട് മാറും ഒരു സ്പീഡിനെ കുടിക്കട്ടെ ഞാൻ കാണാൻ കാഴ്ചക്ക് കേൾക്കാൻ എല്ലാ തട്ടുകളേതാണ് മോഹത്തിൽ കട്ടിമുല മൂർച്ച കൂട്ടിപ്പിടിച്ചതിൽ തുടർച്ച കഥയാണ് അല്ലെങ്കിൽ ഞാൻ തോന്നി വെച്ച് നടക്കുന്നത് തൊട്ടേ നോവിന് ദൈവമാണ് മറ്റൊരു അതൊക്കെ പാലനം വേണ്ട ചെണ്ടക്കീടയിൽപ്പെട്ട പള്ളിപ്പേര് പോലെ ആഘോഷിച്ച് കണ്ണാടി മുന്നിൽ തിരിച്ചു ഗണ്ണമെങ്കിൽ നീന്നു തിരക്കിടാതെ ആലോചിക്ക് നാളെ കണ്ണാടി മുന്നിൽ ചിരി തൂകണമെങ്കിൽ നിങ്ങളെല്ലാം ഇന്ന് കരഞ്ഞിടാതെ ആഘോഷിക്കേ കുത്തനടോ എന്തിനോ പിന്നെ അതുപോലെ വേറൊരു സംഭവം പറയാണ്ട് കാരണം നമുക്ക് ഫ്രണ്ടിലോട്ട് ഭയങ്കര ഒരു റഷ് വരുന്നുണ്ട് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം ബോയ്സ് ഓക്കെ അങ്ങനെയല്ലേ ഇവരെന്താ പറയണ ബേസിന്റെ പ്രശ്നം ഫ്രണ്ടിന്റെ ബേസ് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇത്ര അടുത്ത് നിൽക്കണോണ്ടായിരിക്കും ബാക്കിൽ നിൽക്കുന്നവർക്ക് സൗണ്ട് ഔട്ട്പുട്ട് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല അതാണ് ഇത്രയും ബേസ് ആക്ച്വലി നിൽക്കുന്നത് പക്ഷെ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ശരി അപ്പൊ എല്ലാവരും ഹിപ്പ് ഹോപ്പ് എന്ന ഒരു സംസ്കാരം ഒരു കൾച്ചർ ഒരു കലാരൂപത്തെ റെപ്രസെന്റ് ചെയ്താണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പൊ ഹിപ്പ് ഹോപ്പിന് ഒരുപാട് പില്ലേഴ്സ് ഉണ്ട് തൂണുകളുണ്ട് അതിലൊരു പില്ലറാണ് നമ്മൾ ഇത്ര നേരം കേട്ടത് റാപ്പിംഗ് റാപ്പ് എന്ന് പറഞ്ഞാൽ റിതം ആൻഡ് പോയട്രി ആണ് റിതം എന്ന് പറഞ്ഞാൽ അതൊരു താളം പോയട്രി എന്ന് പറഞ്ഞ കവിത ജസ്റ്റ് എല്ലാവർക്കും അറിയാമെങ്കിൽ എന്നാലും പ്രായമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തതാണ് അതിന്റെ മറ്റൊരു തൂണാണ് ബീറ്റ് ബോക്സിംഗ് കേരളത്തിൽ ബീറ്റ് ബോക്സിന്റെ കലക്ക് തുടക്കമിട്ട ആളെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വെൽക്കമിങ് ആദർശ് കറക്റ്റായിട്ടുള്ള വിശദീകരിക്കാനേ കിട്ടി ബേസ് എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ ഗ്യാപ്പിട്ട് ബേസ് ചെയ്യാം കുഴപ്പമില്ല അത് ഞാൻ എന്നെ കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും കുറച്ച് വർഷം മുന്നേ റിയാലിറ്റി ഷോയിലൊക്കെ ഞാൻ ഇത്തിരി കോമഡി ഉത്സവം അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ചെയ്തിട്ടുണ്ട് സോ ഞാൻ എൻ്റെ ഫസ്റ്റ് പരിപാടി തുടങ്ങുന്നത് കോഴിക്കോട് നിന്നാണ് സീരിയസ് ആയിട്ട് കാരണം
ഇവിടുന്ന് കിട്ടിയ സപ്പോർട്ടാണ് ആക്ച്വലി അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് പല രാജ്യങ്ങളിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്, പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ബീറ്റ് ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ തൊണ്ട കൊണ്ട് കുറെ ഇൻസ്ട്രുമെന്റ്സിന്റെ സൗണ്ട്. ഞാൻ ആക്ച്വലി DJ ആണ്, ബീറ്റ് പ്രൊഡ്യൂസർ ആണ്, ഫെജാന്റെ കൂടെ മറ്റേ ഓവർ നിൽക്കുന്ന ഒരാളാണ്. ബട്ട് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത് ആക്ച്വലി 100% ഹ്യൂമൻ വോയിസ് ആണ്. വേറെ